ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നന്ദുട്ടി ലേസൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ലേസ് ഉണ്ട്. അപ്പോൾ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്കും തന്നു. പിന്നെ ഇതാ മുരിങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഇതുകൊണ്ടൊരു നാടൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നുമില്ല സാമ്പാറും മോരുകറി അങ്ങനെയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇന്ന് വേറെ രീതിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും പപ്പടമായിരുന്നു ചായക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച പാത്രങ്ങളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട്. പിന്നെ കുറച്ച് കോവയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊരു പലവക ഇട്ടിട്ടൊരു ഉപ്പേരി വയ്ക്കണം. വലിയതും കുറേശ്ശേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ചിക്കന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അമ്മ ദാ ചക്കക്കുരു നന്നാക്കുകയാണ്. ചക്കക്കുരു മുരിങ്ങി കറി വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. എന്താ പറയുക, ഒരു ഇറച്ചിക്കറീൻ്റെ ടേസ്റ്റിൽ ചക്കക്കുരു മുരിങ്ങി കറി വയ്ക്കലുണ്ട് കേട്ടോ. അമ്മയ്ക്ക് നല്ല ടേസ്റ്റാണ് മല്ലി മുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അമ്മ അതൊക്കെ നന്നാക്കണുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് പോന്നു. അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കി ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ ഇവിടെ സ്ഥലം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് വേവുന്നുണ്ട്. അതിപ്പോൾ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 4 മണിക്ക് ഉണ്ടാക്കാൻ എളുപ്പമാകുമല്ലോ വിചാരിച്ചിട്ടാണ് മസാലയൊക്കെ ഇപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കാൻ വിചാരിച്ച്. അപ്പം ഞാൻ നല്ലൊരു ദിവസം ചിക്കൻ കൊണ്ടുവന്നപ്പോൾ അതിലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കുരുമുളകും മഞ്ഞളും ഉപ്പും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വറ്റുന്നത് വരെയാണ്ട് വേവിച്ചെടുക്കും കേട്ടോ. പിന്നെ ഇതാ ഉപ്പേരിക്ക് കുറച്ച് നാളികേരം ചിരകി വയ്ക്കുകയാണ്. ഉപ്പേരിക്ക് അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ നാളികേരം ഒന്ന് ചിരകി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ കുറച്ച് സവോളയും അതുപോലെ തന്നെ ഒരു കൈപ്പങ്ങയുണ്ട്, കുറച്ച് കോവയ്ക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോ ഉപ്പേരിക്ക് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പല വകയായിട്ട് ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണല്ലോ. അപ്പോൾ കോവയ്ക്ക് ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ ഇല ഉണങ്ങിയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് പുതർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അമ്മേൻ്റെ ഒപ്പം ചക്കക്കുരു നന്നാക്കാൻ കൂടുകയാണ്. അപ്പോൾ 2 ആൾ നന്നാക്കിയാലേ ആവുള്ളൂ, 2 നേരത്തിനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നാൽ കുറച്ച് നേരം നന്നാക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഞാനിവിടെ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. കോവയ്ക്കയും കൈപ്പങ്ങി വലിയുള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാളികേരമൊക്കെ ചതച്ചിട്ടിട്ട് ഉപ്പേരി വയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചക്കക്കുരു ഇവിടെ വേവാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മല്ലി മുളകൊക്കെ അമ്മയൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചക്കക്കുരു നല്ലോണം വെന്ത് വന്നപ്പോൾ അതിലേക്ക് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയതാണ് കേട്ടോ ചീനച്ചട്ടിയിലിട്ടിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് ചക്കക്കുരു മെല്ലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം പിന്നെ മുരിങ്ങയില ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുന്നേ ആയിട്ട് പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെട്ടി തിളച്ചതിന് ശേഷമാണ് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നാളികേരം ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഉള്ളിയിട്ട് വറക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് വാങ്ങി വയ്ക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്, വെക്കാനും എളുപ്പമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിക്ക്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂത്ത് വന്നതിന് ശേഷം കറിയിക്കാണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയിലയും നാടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടത്. അപ്പോൾ ഈ ഉള്ളിയും കൂടി മൂപ്പിച്ചൊഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നാളികേരം അരച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര രസമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കൊണ്ടേ. പെരിഞ്ചീരകവും വെളുത്തുള്ളി ഏറിപ്പോകരുത് കേട്ടോ. കുറേശ്ശെ എടുക്കാൻ പാടുള്ളൂ. ഒരു ചിക്കൻ കറിയുടെ ഒരു നാടൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണിതിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഉപ്പേരി അടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെ കണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കൈപ്പങ്ങയും കോവയ്ക്കും വലിയുള്ളി ഇത് ഒരുമിച്ചാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേന് കുറേശ്ശെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഉണ്ട് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്തായാലും നാളികേരമൊക്കെ ചതച്ചിടണം കേട്ടോ. അപ്പോഴുള്ളൂ പിന്നെ ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ പിന്നെ കൈപ്പങ്ങ ഇട്ടതായാൽ പോലും എല്ലാവരും കഴിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു ഈ ഒരു ഉപ്പേരി. അപ്പോൾ അതിനിടയ്ക്ക് നന്ദുട്ടി ഇതാക്കണ ഉപ്പിലിട്ട മാങ്ങയൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കുള്ളത് കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അമ്മ എടുത്തു കൊടുത്തതാണ് കേട്ടോ. ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പിലിട്ട മാങ്ങ. ഇനി മാങ്ങ വെറുതെ തിന്നാനാണെങ്കിലും നല്ല ഇഷ്ടമാണ്.
അപ്പോൾ ഇതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നാളികേരം, ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കാന്താരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇതാ ഇന്ന് മീനൊന്നുമില്ല. അപ്പോൾ മീൻ തല ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ. അപ്പോൾ പുളിയും പച്ചമുളകും ചെറിയുള്ളിയും കൂട്ടിയിട്ട് ഒരു ചമ്മന്തി അരയ്ക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തി. അപ്പോൾ ഇന്നത്തെ കറിയും ചമ്മന്തിയൊക്കെ അമ്മേൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അത് ഉപ്പേരിയൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി ആവിക്കൊന്ന് വേവിച്ചെടുത്താൽ ആ ഉപ്പേരി റെഡി ആയിട്ടോ. ഇതിലിനിയിപ്പോൾ ആ മുളകും നാളികേരമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുള്ളല്ലോ. പിന്നെ അതാ ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാണ്. സവോളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ക്യാബേജൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതും അതിനിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതാ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനൂട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. ഇനിയിപ്പം മീൻ വെറുതെ വറുത്തിട്ട് ഇങ്ങനെ അരയ്ക്കുക കേട്ടോ. ഇതിപ്പം മീൻ തല ആരും കൂട്ടൂല. അപ്പോൾ പിന്നെ അമ്മ അങ്ങനെ അരയ്ക്കലാണേ. പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് മുറ്റത്ത് അങ്ങനെ പുറത്തിരുന്നു കേട്ടോ. അപ്പോൾ കുളിക്കാൻ എന്തായാലും നേരം വൈകിപ്പോയി. ഇന്ന് അടുക്കളയത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ടാണ് കുളിച്ചത്. അപ്പോൾ നന്ദുട്ടീൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നുമില്ലല്ലോ. പിന്നെ ചോറൊക്കെ കൊണ്ടുപോയതിന് ശേഷം 4 മണിക്കാണ് ചിക്കൻ റോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ മാവ് എന്താ പറയുക മിക്സിയിൽ അടിച്ചിട്ട് എണ്ണയെന്നാക്കാതെ ദോശ ചുടും കേട്ടോ. എന്നിട്ടാണ് മസാലയൊക്കെ വെച്ചിട്ട് മടക്കിയെടുക്കുന്നത്. ഇതൊരു ഈസി മെത്തേഡാണ് കേട്ടോ. വേറെ രീതിക്കും ചെയ്യലുണ്ട്, പല രീതിക്കും ചെയ്യലുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ മസാല കുട്ടികളിങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാത്തത് ഇതിൻ്റെ പിന്നെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് കണ്ടു നോക്കുകൊണ്ട്. ഈസി മെത്തേഡാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ. കുറേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ 4 മണിക്ക് ഇന്ന് കുറച്ച് ചിക്കൻ റോൾ ഉണ്ടാക്കി. കുറേ ദിവസമായി കുട്ടികൾ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണോ ഇതും. ഇനിയിപ്പോൾ ഇതൊന്ന് മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് പൊടിയിലൊന്ന് മുക്കിയിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നന്ദുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സമൂസ മടക്കണ പോലെ അങ്ങനെ മടക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സമൂസയാണെങ്കിലും ഓൻ അതിൻ്റെ ഉള്ളിലത്തെ മസാല കഴിക്കൂല കേട്ടോ. അതിൽ കിഴങ്ങിടൂല, അത് കഴിക്കൂല. ഈ ഒരു മസാല ഓന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചായടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല ആസ്വദിച്ച് പിന്നെ കുടിക്കുകയാണ് കേട്ടോ. അനുട്ടിക്ക് ഓനും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ചായടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇന്നിപ്പോൾ അടുക്കളയിൽ വലിയ പണിയൊന്നുമില്ലല്ലോ. അടുക്കളയത്തെ പണിയൊക്കെ രാവിലെ തന്നെ ഒരുങ്ങും കേട്ടോ. പിന്നെ ഇപ്പോൾ രണ്ടാമതൊരു പണിയെന്ന് പറയാനൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും അരി ആട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതാ ഏട്ടവിടെ ബാത്റൂമിൻ്റെ മേലെ കുറേ ചമ്മല ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്